K2 2019 സ്കീം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ S5 ADCയുടെ മൊഡ്യൂൾ 3യുടെ തിയറിയാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക്കാണ് DPCM, ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷൻ. അതാണ് DPCM. നമ്മൾ ക്ലാസ്സിൽ ഡെൽറ്റ മോഡുലേഷൻ എന്താണെന്നും PCM എന്താണെന്നൊക്കെ പഠിച്ചു. ആ ഡെൽറ്റ മോഡുലേഷൻ DPCM തമ്മിൽ ആകൊരൊറ്റ ചേഞ്ച് ഉള്ളൂ. നമ്മൾ നോർമലി ഡെൽറ്റ മോഡുലേഷൻ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എന്ത് ചെയ്യും, ഫീഡ്ബാക്ക് ചെയ്ത് എടുക്കും എറർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. എറർ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യണം. അപ്പോൾ ട്രാൻസ്മിറ്റർ സൈഡിൽ തന്നെ എറർ കാൽക്കുലേഷനും എറർ കറക്ഷനും നടക്കുന്നുണ്ട്. DPCയത്തിൽ നമ്മൾ ഈ ഫീഡ്ബാക്ക് ചെയ്യുന്നത് പ്രെഡിക്ഷൻ ഫിൽറ്ററിലേക്കായിരിക്കും. അതായത് എറർ കാൽക്കുലേഷൻ അവിടെ ചെയ്യേണ്ട, പ്രെഡിക്ഷൻ ഫിൽറ്റർ എറർ എത്രയാണെന്നുള്ള അവിടെ പ്രെഡിക്റ്റ് ചെയ്യും. എറർ കാൽക്കുലേഷൻ മാത്രമേ ട്രാൻസ്മിറ്റർ സൈഡിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതാണ് DPCM. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ താഴെ പ്ലോട്ട് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളത്. E(NTS) എററാണ്. EQ എന്ന് പറയുന്നത് ക്വാണ്ടൈസേഷൻ എറർ, പിന്നെ XQ എന്ന് പറയുന്നത് സിഗ്നൽ. അതിൻ്റെ 3 ഇക്വേഷൻസ് ആണ് 1, 2, 3 നമ്മൾ എഴുതിയിട്ടുള്ളത്. ദെൻ സെക്കൻഡ് ഇക്വേഷൻ 3ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് XQൻ്റെ വാല്യൂ കിട്ടും. എന്നിട്ട് ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് എററിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്യാമല്ലോ. എറർ പ്ലസ് X ക്യാപ്പ് ഇസ് ഈക്വൽ ടു X എന്ന് കിട്ടും. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, A എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് XQ ഫൈനൽ ഇക്വേഷൻ കിട്ടുന്നത്. ഇതിലുണ്ടാകുന്ന എറർ എന്ന് പറയുന്നത് ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം കേട്ടോ. അപ്പോൾ ബ്ലോക്ക് ഡയഗ്രം പഠിച്ചു വയ്ക്കുക. ട്രാൻസ്മിറ്റർ സൈഡ്, ദെൻ റിസീവർ സൈഡിൽ നമ്മൾ നോർമൽ റിസീവർ പോലെ തന്നെ സിഗ്നൽ വരുന്നു, നമ്മളതിനെ ഡീകോഡ് ചെയ്യുന്നു, ഡിമോഡുലേറ്റ് ചെയ്യുന്നു, എററൊക്കെ കളഞ്ഞ് ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് വിടുന്നു. അടുത്തതാണ് ലീനിയർ പ്രെഡിക്റ്റർ. നമ്മൾ ഓൾറെഡി DPCയത്തിൽ ഒരു പ്രെഡിക്ഷൻ ഫിൽറ്റർ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. ആ പ്രെഡിക്ഷൻ ഫിൽറ്ററിൽ എന്താണെന്നും അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് അടുത്ത് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കറണ്ട് സാമ്പിൾ നമ്മൾ എടുക്കുന്നത് പ്രീവിയസ് സാമ്പിൾസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ലീനിയർ പ്രെഡിക്ഷൻ എന്ന് പറയുന്നത്, ലീനിയർ പ്രെഡിക്റ്റർ. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് S(n) is equal to sum of alpha k S(n-k) നമ്മൾ എഴുതിയിട്ടുള്ളത്. അതിൽ S എന്ന് പറഞ്ഞാൽ കറണ്ട് സ്പീച്ച് സാമ്പിൾ, K എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ സാമ്പിൾ, P മോസ്റ്റ് റീസെൻറ്റ് വാല്യൂ, ആൽഫ എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റർ കോഎഫിഷ്യൻറ്റ്, പിന്നെ S(n-k) ആണ് പ്രീവിയസ് സ്പീച്ച് സാമ്പിൾ. അപ്പോൾ പ്രീവിയസ് സാമ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കറണ്ട് സാമ്പിൾസ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. അപ്പോൾ അതാണ് ലീനിയർ പ്രെഡിക്റ്റർ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് വീനർ ഹോപ്പ് ഇക്വേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ മിക്സഡ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് ആണ് ഡീൽ ചെയ്യുന്നത് വീനർ ഹോപ്പ് ഇക്വേഷനിൽ. അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്, ജനറൽ ഇക്വേഷൻ. അത് പഠിച്ചു വയ്ക്കണം. അതുപോലെ തന്നെ അതിൻ്റെ മെട്രിക്സ് ഫോർമാറ്റും ഉണ്ട്. മെട്രിക്സ് ഫോമിൽ ഇക്വേഷൻസ് പഠിക്കണം. അതിൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്, ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തത് സോഴ്സ് കോഡിംഗ് തിയറംസ് ആണ്. 2 ഉണ്ട്, 1 and 2. അതിൽ ഫസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ L > H. H എന്ന് പറഞ്ഞാൽ എൻട്രോപ്പിയും, L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഡിൻ്റെ ലെങ്ത്തുമാണ്. അപ്പോൾ ലെങ്ത്ത് > H ആണെങ്കിൽ അതിനാണ് നമ്മൾ സോഴ്സ് കോഡിംഗ് തിയറം 1 എന്ന് പറയുന്നത്. അത് എന്താ പറയുക, ഹയർ എക്സ്റ്റൻഷന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോർ ഹയർ എക്സ്റ്റൻഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സോഴ്സ് കോഡിംഗ് തിയറം 2. അപ്പോൾ ഇവിടെ എൻട്രോപ്പി H(S) എന്ന് പറയുന്നത് <L/N <1/n + H(S). ഇതാണ് സോഴ്സ് കോഡിംഗ് തിയറം 2. നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് PCMഉം DMഉം ഓൾറെഡി ക്ലാസ്സിൽ പഠിച്ചാണ്. അതിൻ്റെ കമ്പാരിസൺസ് ആണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. PCM എന്ന് പറഞ്ഞാൽ ലെസ് ഇമ്മ്യൂൺ ടു നോയ്സ് ആണ്, ഡെൽറ്റ മോഡുലേഷൻ മോറാണ്, പിന്നെ ക്രോസ് ടോക്ക് ഇവിടെ ഉണ്ടായിരിക്കും, PCMൽ ഉണ്ടായിരിക്കും. ഹൈ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ആണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഡെൽറ്റ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കുറവായിരിക്കും, എക്സ്പെൻസ് കുറവായിരിക്കും, ക്രോസ് ടോക്ക് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ജസ്റ്റ് കമ്പാരിസൺസ് അതൊന്ന് വായിച്ച് പഠിക്കണം കേട്ടോ.